നമസ്കാരം, ഞാൻ ബിന്ദു വിനയകുമാർ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആയുർവേദത്തിൽ വളരെയധികം ഔഷധ പ്രാധാന്യമുള്ള ഒരു സസ്യമാണ് കുറുന്തോട്ടി എന്ന് പറയുന്നത്. അതിന് സംസ്കൃതത്തിൽ ബല എന്ന് പറയും. അതിബല എന്ന് പറഞ്ഞാൽ ആനക്കുറുന്തോട്ടി, അതിന് നാഗബല എന്നൊക്കെ പറയും. ബല ചേർത്ത് ധാരാളം മരുന്നുകളുണ്ട്. അതായത് ചെറിയ പഞ്ചമൂലം, വലിയ പഞ്ചമൂലം, മധ്യമ പഞ്ചമൂലം, ജീവന പഞ്ചമൂലം, തൃണപഞ്ചമൂലം. മൂലം എന്ന് പറഞ്ഞാൽ വേര് എന്നാണ്. അപ്പോൾ ഈ 5 തരം പഞ്ചമൂലങ്ങളുണ്ട്. 5 വീതമാണ് അവയിൽ ചേർന്നിരിക്കുന്നത്. അതിൽ മധ്യമ പഞ്ചമൂലം എന്ന് പറയുന്ന 5 തരം മരുന്നുകളിലുള്ള ഒരെണ്ണമാണ് കുറുന്തോട്ടി. കുറുന്തോട്ടി, തഴുതാമ, ആവണക്ക്, കാട്ടുഴുന്ന്, കാട്ടുപയർ, ഇവയാണ് 5. ഇവയുടെ വേരുകളാണ് മധ്യമ പഞ്ചമൂലത്തിൽ വരുന്നത്. അതിലുള്ളതാണ് ഈ കുറുന്തോട്ടി വേര്. മധുരമാണ് അതിൻ്റെ രസം. ധാരാളം മരുന്നുകളിൽ കുറുന്തോട്ടി ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ആയുർവേദ സ്ഥാപനങ്ങളിൽ, ഞാൻ പഠിക്കുന്ന കാലത്ത് ആയുർവേദ കോളേജുകളിലാണ് മരുന്നുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ കോളേജുകളിൽ കഷായവും അരിഷ്ടവും ലേഹ്യവും ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കെട്ടുകണക്കിന് കുറുന്തോട്ടിയുടെ വേര് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കോളേജുകളിൽ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത്രയധികം കുറുന്തോട്ടി വേര് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ അഗസ്ത്യാർകൂടത്തിൽ ആദിവാസി മേഖലയിൽ ധാരാളം കുറുന്തോട്ടി കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് ഈ വേരുകളെല്ലാം കൊണ്ടുവരുന്നത്. പിന്നെ ഇടനിലക്കാരൊക്കെ അവരെ ചൂഷണം ചെയ്യും. 150 ടൺ കുറുന്തോട്ടി വേരാണ് ഒരു ആയുർവേദ മരുന്ന് നിർമ്മാണ കമ്പനി ഒരു മാസം ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ എന്തുമാത്രം കുറുന്തോട്ടി ഉപയോഗിച്ചുള്ള മരുന്നുകൾ നമ്മുടെ ഈ സംസ്ഥാനത്ത് നിർമ്മിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കുറുന്തോട്ടി ഇങ്ങോട്ട് പറിച്ചെടുക്കുമ്പോൾ നല്ല ചന്ദന കളറിലാണ് അതിൻ്റെ വേരിരിക്കുന്നത്. നല്ല ഭംഗിയാണ് അതിൻ്റെ വേര് കാണാനായിട്ട്. ആ വേരെടുത്ത് നമ്മൾ മുറിച്ച് അതിൻ്റെ വേരെടുത്ത് നല്ല ഭംഗിയായിട്ട് കഴുകി അത് ചതച്ച് എടുത്തിട്ട് അരയ്ക്കണം. അരച്ച് അത് നല്ലപോലെ ഉണങ്ങിയെടുത്ത് വീണ്ടും പൊടിക്കണം. പൊടിച്ച് തെള്ളി എടുത്ത് സൂക്ഷിക്കുന്നതാണ് ഈ കുറുന്തോട്ടിപ്പൊടി. അങ്ങനെ പൊടിയായിട്ടൊക്കെ ഇന്ന് പല സ്ഥലങ്ങളിലും ടിന്നുകളിലൊക്കെ വാങ്ങാനായിട്ട് കണ്ടിട്ടുണ്ട്. 3 കഴഞ്ച് എന്നാണ് അതിൻ്റെ കണക്ക് പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസം കഴിക്കേണ്ടത് 1 കഴഞ്ച് എന്ന് പറയുമ്പോൾ 4 ഗ്രാം. അപ്പോൾ ഒരു ദിവസം ഒരു 12 ഗ്രാം ഈ പൊടി പാലിൽ കലക്കി സേവിക്കുകയാണെങ്കിൽ വൃദ്ധനും തരുണനായി മാറും. അതുപോലെ തന്നെ ശരീരത്തിന് നല്ല ബലമുണ്ടാകും. കുറുന്തോട്ടി വേര് കഴുകി ചതച്ച് ഇട്ട് നല്ലതുപോലെ ചതച്ച് ഇട്ട് കഷായം വെച്ച് കുടിക്കാം. അതുപോലെ തന്നെ കുറുന്തോട്ടി വേര് നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ച് സൂക്ഷിക്കാം. കുറുന്തോട്ടി ഇല നന്നായിട്ട് ഇലയും തണ്ടും എല്ലാം കൂടി ഇടിച്ച് പിഴിഞ്ഞ് ചതച്ച് നീര് പോലെ എല്ലാം കൂടെ അരച്ച് എടുത്ത് കുറച്ച് വെള്ളത്തിൽ ചാലിച്ച് പിഴിഞ്ഞെടുത്ത് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് അത് തലയിൽ തേച്ച് താളി പോലെ തേച്ച് കുളിക്കുകയാണെങ്കിൽ നല്ല ഉറക്കം, തലയ്ക്ക് നല്ല തണുപ്പ്, തലമുടിയാണെങ്കിൽ നല്ല വളർന്ന് നല്ല സിൽക്കി ആയിട്ട് നല്ല കണ്ടീഷണറൊക്കെ തേച്ചതുപോലെ നല്ല ഭംഗിയായിട്ട് ഉണങ്ങിക്കിടക്കും. മുടിക്ക് നല്ല കറുപ്പ്, അതുപോലെ തന്നെ വളർച്ച എല്ലാം ഉണ്ടാകും. ഇത് ഈ ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്നത് പാലിൽ ചേർത്ത് ചാലിച്ച് മുഖത്തിടുകയാണെങ്കിൽ മുഖത്തിന് നല്ല സൗന്ദര്യമുണ്ടാകും. ശരീരത്തിൽ പുരട്ടാൻ, കുളിക്കുമ്പം തേച്ച് പുരട്ടാൻ നല്ലതാണ്. കുറുന്തോട്ടി കഷായവും കുറുന്തോട്ടി അരച്ചെടുത്ത കൽക്കവും പാലും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ എണ്ണയും കൂടെ ചേർത്ത് അടുപ്പിൽ വെച്ച് ചെറിയ തീയിൽ ഇളക്കി പാകമായി അത് അരിച്ചെടുക്കുന്ന എണ്ണ അത് തലയിൽ തേക്കുന്നതിനും ശരീരത്തിൽ പുരട്ടുന്നതിനും ഒക്കെ നല്ലതാണ്. ശുദ്ധ ബല തൈലം എന്നാണത് പറയുന്നത്. അത് നല്ല മസിലിനൊക്കെ നല്ല ബലമുണ്ടാകുന്നതിനും രോഗങ്ങളെ, സർവ്വവാതരോഗങ്ങളെയും ഇല്ലാതാക്കുന്നതിനും ഒക്കെ ഈ ശുദ്ധബല തൈലം തലയിൽ തേക്കുന്നതിനും ഒക്കെ നല്ലതാണ്. ഇനി ഇതിൻ്റെ കൂടുതൽ അളവിൽ കൽക്കം, കഷായത്തിന് കൂടുതൽ മരുന്ന് ചേർത്ത് നന്നായിട്ട് കുറുക്കി പറ്റിച്ച നല്ല കുറുക്കിയ കഷായം, അതുപോലെ തന്നെ അതിനേക്കാൾ ഇരട്ടി പച്ച കുറുന്തോട്ടി വേര് അരച്ചുരുട്ടിയെടുത്ത കൽക്കവും അതിൻ്റെ കൂടെ എണ്ണയും എണ്ണയുടെ 4 ഇരട്ടി പാലും കൂടെ ചേർത്ത് കാച്ചി
ചെറിയ തീയിൽ കാച്ചി അരിച്ചെടുക്കുന്നതാണ് ക്ഷീരബലാ തൈലം എന്ന് പറയുന്നത്. ക്ഷീരം എന്ന് പറഞ്ഞാൽ പാല്, ബല എന്ന് പറഞ്ഞാൽ കുറുന്തോട്ടി. ഈ ക്ഷീരബലാ തൈലം എന്നെല്ലാവരും കേട്ടിട്ടുണ്ട്. അത് ആവർത്തിച്ച് ഉണ്ടാക്കുകയും ചെയ്യും. ഇന്ന് പാല് കൂടുതൽ ഒഴിച്ച് കുറുക്കി പറ്റിച്ച് ഇട്ടു, പിറ്റേ ദിവസം വീണ്ടും ഇരട്ടി 4 ഇരട്ടി പാലൊഴിച്ച് അത് കുറുക്കി പറ്റിച്ചിട്ടു, അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും, അങ്ങനെ ഇത് ആവർത്തിച്ച് കുറുക്കി പറ്റിച്ച് അവസാനം 7 ദിവസം ഒക്കെ കഴിഞ്ഞ് അരിച്ചെടുക്കുന്നതുണ്ട്. 101 വരെ ഇങ്ങനെ ആവർത്തിക്കാറുണ്ട്. അങ്ങനെ ആവർത്തിച്ച ക്ഷീരബലാ തൈലമാകുമ്പോൾ 1, 2, 10 തുള്ളി ഒക്കെയാണ് ഉള്ളിൽ കഴിക്കുന്നത്. അതല്ലാതെ ആവർത്തിക്കാത്ത ക്ഷീരബലാ തൈലം തലയിൽ തേച്ച് കുളിക്കുന്നതിന്, ശരീരത്തിൽ തേക്കുന്നതിന്, തലയിൽ ധാര ചെയ്യുന്നതിന് ഒക്കെ നല്ലതായിട്ട് അഷ്ടാംഗഹൃദയത്തിലും അതുപോലെ തന്നെ സഹസ്രയോഗത്തിലും ഭൈഷജ്യരത്നാവലിയിലും ഒക്കെ ഈ കുറുന്തോട്ടിയെ പറ്റി ധാരാളം പ്രയോഗങ്ങളുണ്ട്. ബല തൈലം എന്ന് പറഞ്ഞൊരു തൈലമുണ്ട്. ബല എന്ന് പറഞ്ഞാൽ കുറുന്തോട്ടി. അതിൻ്റെ കൂടെ വേറെയും പല മരുന്നുകൾ ചേർത്തുണ്ടാക്കുന്നതാണ്. ധാരാളം മരുന്നുകളാണ് ബലാ തൈലത്തിലുണ്ട്. അത് തേച്ച് കുളിക്കുകയാണെങ്കിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് വേണം പറയാൻ. വാതരോഗങ്ങളെ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബലാ തൈലം പോലെ തന്നെയാണ് ബല അരിഷ്ടമുണ്ട്. ഈ ബലയും, അതായത് കുറുന്തോട്ടിയും, അതിൻ്റെ കൂടെ ഒരുപാട് മരുന്നുകളൊക്കെ ചേർത്ത് അത് പുളിപ്പിച്ച് കഴിച്ച് കെട്ടിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ബല അരിഷ്ടം, അത് ശരീരത്തിൻ്റെ പുഷ്ടി, ഓജസ്, അതുപോലെ തന്നെ നല്ല വിശപ്പ്, നല്ല ഇതൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ ബല അരിഷ്ടം ആയുർവേദത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കുട്ടികൾക്കൊക്കെ മസിലുകൾ ശോഷിക്കുന്ന പിള്ളവാദം, ഞവരക്കിഴിയും മറ്റും ചെയ്യാറുള്ളപ്പോൾ ഈ കുറുന്തോട്ടി എണ്ണയാണ് ആദ്യം നന്നായിട്ട് പുരട്ടുന്നത്. കുറുന്തോട്ടി എണ്ണ. പിന്നെ വലിയവർക്കും അതുപോലെ തന്നെയാണ്. മസിലിന് ശോഷം സംഭവിക്കുകയും ജോയിൻ്റ് വേദനയും ഒക്കെ ഉണ്ടാകുമ്പോൾ കുറുന്തോട്ടി എണ്ണ എന്ന് പറഞ്ഞൊരു എണ്ണയുണ്ട്. ആ എണ്ണയാണ് ആദ്യം ശരീരത്തിൽ നന്നായിട്ട് പുരട്ടിയിട്ടാണ് ഞവരയും മറ്റും ചെയ്യുന്നത്. കുറുന്തോട്ടിയിട്ട് കഷായം, സമൂലം കുറുന്തോട്ടി ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് കഷായം വെച്ച് അരിച്ച് അതുകൊണ്ട് ധാര ചെയ്യാറുണ്ട്. ആ കഷായ വസ്തുവിലെ പ്രധാനപ്പെട്ട കഷായം എന്ന് പറയുന്നത് ഈ കുറുന്തോട്ടി കഷായമാണ്. കുറുന്തോട്ടി വേര്, മുന്തിരി, ശതാവരി ഇത്രയും കൂടെ ഇട്ട് വെള്ളം തിളപ്പിച്ച് എടുക്കുന്ന വെള്ളം നന്നായിട്ട് ഇത്തിരി കുറുക്കിയൊക്കെ എടുത്ത്, അത് ഈ മദ്യപാനം കൊണ്ട് ശരീരത്തിനുണ്ടായ ദോഷങ്ങളെ മാറ്റുന്നതിന് ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതായിട്ട് ആയുർവേദത്തിൽ കാണുന്നുണ്ട്. കുറുന്തോട്ടി, ഞെരിഞ്ഞിൽ, തഴുതാമ ഇവയിട്ട് ഇതുപോലെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വാതസംബന്ധമായ അസുഖങ്ങളെ കുറയ്ക്കുന്നതിന് നല്ലതായിട്ട് കണ്ടിട്ടുണ്ട്. കുറുന്തോട്ടിയുടെ വേരും അതുപോലെ തന്നെ ഗോതമ്പ്, നിലപ്പനക്കിഴങ്ങ്, തഴുതാമ, ദേവതാരം, ജീരകം ഇവയിട്ട് കഷായം വെച്ച് അതിൻ്റെ കൂടെ ക്ഷീരബലാ തൈലം, മേൻപൊടി ചേർത്ത് കഷായം കൂടി ഞരമ്പുകൾക്ക് ഉണ്ടാകുന്ന വലിച്ചിൽ, അതിനാണ് ആയുർവേദത്തിൽ ശിരാഗ്രഹം എന്ന് പറയുന്ന രോഗമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിന് ഇങ്ങനെ ഈ ബലാ ഗോധൂമാതി കഷായം എന്നാണ് ഇതിൻ്റെ പേര്, ആയുർവേദത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കുറുന്തോട്ടി കഷായം വെച്ച് ചെറിയ ചൂടോടെ എടുത്തിട്ട് അതിൻ്റെ പുറത്തോട്ട് കുരുമുളക് പൊടി തൂകി കഴിക്കുന്നത് വാതസംബന്ധമായ അസുഖങ്ങൾക്കും വായുവിനെ കുറയ്ക്കുന്നതിനും ഒക്കെ നല്ലതാണ്. പ്രസവിച്ചിരിക്കുന്ന സ്ത്രീകൾക്കും അതുപോലെ തന്നെ സാധാരണ ആളുകൾക്കും ഒക്കെ പനി വരുമ്പോൾ കുറുന്തോട്ടിയുടെ വേരും പർപ്പടകപ്പുല്ലും മുത്തങ്ങയും മല്ലിയും കൂടെ ഇട്ടൊരു കഷായം വയ്ക്കും. അത് സാധാരണ ഉണ്ടാകുന്ന പനികൾക്കൊക്കെ ആയുർവേദത്തിൽ ഇങ്ങനെയുള്ള ഒരു കഷായം കൊടുക്കാറുണ്ടായിരുന്നു. കുറുന്തോട്ടി വേരും ചിറ്റമൃതും കൂടി കഷായം വെച്ചെടുത്ത് അതിൻ്റെ കൂടെ എണ്ണയും എണ്ണയുടെ ഇരട്ടി പാലും അതിൻ്റെ കൂടെ ചന്ദനം, രാമച്ചം, കൊട്ടം, മുത്തങ്ങ ഇവയെല്ലാം അരച്ച് കൽക്കവുമായി ചേർത്ത് എണ്ണ കാച്ചിയെടുക്കും. ബല ഗുളൂച്യാദി തൈലം എന്നാണത് പറയുന്നത്. ബല കുറുന്തോട്ടി, ഗുളൂജി എന്ന് പറഞ്ഞാൽ അമൃത്, ഇത് ചേർന്ന തൈലം. ഇത് രക്തപിത്തം, വാതരക്തം തുടങ്ങിയവയ്ക്കൊക്കെ പുരട്ടാനും
ശരീരത്തിൽ പുകച്ചിലൊക്കെ ഉണ്ടാകുമ്പം പുരട്ടാനും, അതുപോലെ തന്നെയാണ് ശിരോരോഗങ്ങൾക്ക് തലയിൽ പുരട്ടാനും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. കുറുന്തോട്ടി നല്ലതുപോലെ അരച്ച് പാലിൽ ചേർത്ത് ശരീരത്തിൽ കാലിലുമൊക്കെ പുകച്ചിലുള്ളപ്പം പുരട്ടുകയാണെങ്കിൽ മസിലിനൊക്കെ നല്ല ബലവും ഈ പുകച്ചിലൊക്കെ പോവുകയും ഒക്കെ ചെയ്യാം. കുറുന്തോട്ടി വേര് നന്നായിട്ട് കഴുകി ചതച്ച് എടുത്ത് അരച്ച് ഉണക്കി പൊടിച്ച് എടുത്ത് ആ പൊടിയിലോട്ട് കുറുന്തോട്ടി ഇടിച്ചു പിഴിഞ്ഞ നീര് ചേർത്ത് ഉണക്കി വീണ്ടും ഉണക്കി മറ്റുള്ള മരുന്നുകളുടെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ അങ്ങനെ ഇതിൻ്റെ ഗുണം തന്നെ വീണ്ടും പിടിപ്പിച്ച് പൊടിയാക്കി വെച്ച് പാലിൽ കലക്കി ഉപയോഗിക്കുകയും ചെയ്യാം. ഗർഭകാലത്ത് ആദ്യ മാസങ്ങളിൽ കുറുന്തോട്ടി കഷായം പാലുമായിട്ട് ചേർത്ത് കുറുന്തോട്ടി കഷായം വെച്ച് കൊടുക്കാറുണ്ട്. കർക്കിടക മാസത്തിൽ മരുന്ന് കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അത് കുറുന്തോട്ടി ആദ്യം ഇടിച്ചൊക്കെ ഇട്ട് കഷായം വെച്ചെടുത്ത് ആ കഷായത്തിലാണ് ഞവര എരിയിട്ട് കഞ്ഞി വെച്ച് കുടിക്കുന്നത്. നാഗബല എന്ന് പറഞ്ഞാൽ ആനക്കുറുന്തോട്ടി എന്നാണ്. ഈ ആനക്കുറുന്തോട്ടിയുടെ ഇട്ട് കഷായം വെച്ച് ആനക്കുറുന്തോട്ടിയുടെ വേരരച്ച് കൽക്കമാക്കി എടുത്ത് അതിൻ്റെ കൂടെ നെയ്യും അതിൻ്റെ ഇരട്ടി പാലും കൂടെ ചേർത്ത് കാച്ചി എടുത്ത് കഴിക്കുന്ന അതാണ് നാഗബല ഘൃതം എന്ന് പറയുന്നത്. ഇതൊക്കെ ശരീരത്തിന് ബലം വയ്ക്കുന്നതിനും പലതര വാതരോഗങ്ങൾക്കുമൊക്കെ ആയുർവേദത്തിൽ ഉപയോഗിച്ചിട്ടുള്ള മരുന്നുകളാണ്. ബലാധാത്രാദി, ബലാതൈലം, ബലാരിഷ്ടം, ചവനപ്രാശം, ഇങ്ങനെ ബല ചേർന്ന് ധാരാളം മരുന്നുകൾ ആയുർവേദത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മരുന്നുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വീഡിയോ കണ്ടിട്ട് മരുന്നുകളെല്ലാം ഉപയോഗിക്കാൻ ശ്രമിക്കാതെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ കഴിക്കുകയും മരുന്നുണ്ടാക്കുകയും ഒക്കെ ചെയ്യാവുള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.